പരാധനാഗ്രഹമൊരു നാളും മമ മനസ്സിത്തോ നല്ല ഭഗവാനെ, പരധാരാദ്രമതുമൊരു നാളും മമ മനസ്സിത്തോ നല്ല പളനീശ. പല ഉപദേശങ്ങളും നടന്നു. അർജുനനും വ്യാസമഹർഷിയും ഒക്കെ മാറി മാറിയും അവിടെ ഇരുന്ന മഹർഷിമാരും ഒക്കെ ഉപദേശിച്ചിട്ടും യുധിഷ്ഠിരൻ്റെ മനസ്സിന് വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. അവസാനം അർജുനൻ ആലോചിച്ചു, എല്ലാത്തിനും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ ഭഗവാൻ. ഭഗവാനെ കണ്ട് കാര്യം പറയാം, എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. ഭഗവാനെ സമീപിച്ചു അർജുനൻ. അർജുനൻ്റെ അപേക്ഷപ്രകാരം ഭഗവാൻ യുധിഷ്ഠിരനെ ഉപദേശിക്കാനെത്തി. യുധിഷ്ഠിര, അങ്ങ് എത്ര ദുഃഖിച്ചാലും വ്യസനിച്ചാലും മരിച്ചവരാരും തിരിച്ചു വരാൻ പോണില്ല. മരിച്ചവരെ ആരെയും അങ്ങ് അവരുടെ വീട്ടിൽ പോയി കൊന്നതൊന്നുമല്ലല്ലോ. അവർ യുദ്ധഭൂമിയിൽ വന്ന് വീരസ്വർഗം പ്രാപിച്ചവരല്ലേ. ഇനി അങ്ങയുടെ ചോദ്യം യുദ്ധം ചെയ്തിട്ടല്ലേ എന്നാണെങ്കിൽ യുദ്ധം അനിവാര്യമായിരുന്നില്ലേ? ഈ യുദ്ധം അനിവാര്യമാക്കി തീർത്തത് അങ്ങാണോ? അങ്ങോട്ടല്ല താനും. ആ സ്ഥിതിയിൽ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അങ്ങല്ല. അസംഖ്യം ജനങ്ങൾ മരിക്കാനിടയായത് ഈ യുദ്ധം കാരണമല്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ആരാണ് മരിക്കാത്തവർ? ജനിച്ചാൽ മരണത്തിലേക്കുള്ള പ്രയാണമാണ് ജീവിതം എന്ന് അങ്ങക്ക് അറിഞ്ഞൂടെ? എല്ലാവരും സന്ദർഭം വരുമ്പോൾ മരണത്തിനെ കണ്ടുമുട്ടേണ്ടവരാണ്. അതാണ് മർത്യൻ. എത്രയോ പ്രഭാവശാലികളും മഹാന്മാരും സിദ്ധന്മാരും ഒക്കെ സമയം എത്തിയപ്പോൾ മരിച്ച് വിസ്മൃതിയിൽ ആണ്ടുപോയി കഴിഞ്ഞു. അതൊന്നും തടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. കാലത്തിൻ്റെ ഗതി വിഗതികളാണ്. എല്ലാവരും മരിക്കുന്നു. ജനിച്ച് മരിക്കുന്നത് വരെ എന്തു ചെയ്തു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ജ്ഞാനികൾ അസാധാരണരും അമാനുഷരും ദിവ്യന്മാരുമായിരുന്നില്ലേ? അവർ മരിച്ചപ്പോഴും അവരുടെ കീർത്തി ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ജനിച്ച് മരിക്കുന്നത് വരെ പ്രവർത്തിച്ച സത്കർമ്മങ്ങളുടെ ആകത്തുകയാണ് ഇത്. അതുകൊണ്ടാണ് അവരുടെ കീർത്തി ഇപ്പോഴും നിലനിൽക്കുന്നത്. ധർമ്മത്തെ ആചരിക്കലാണ് വിവേകം. ധർമ്മം ആചരിക്കാൻ കഴിയണില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ ഫലം? ജീവിച്ചിരിക്കുന്ന യുധിഷ്ഠിര, അങ്ങ് ധർമ്മത്തിൻ്റെ പേരിൽ ധർമ്മത്തിന് വേണ്ടി ജീവിക്കൂ. ഇത്രയൊക്കെ കേട്ട യുധിഷ്ഠിരന് മനസ്സിൽ ചെറിയൊരു ചാഞ്ചല്യം ഉണ്ടായോ എന്ന് വേണം സംശയിക്കാൻ. അപ്പോൾ വ്യാസാചാര്യൻ ചിലത് പറയാൻ തുടങ്ങി. ധർമ്മത്തിൻ്റെ മഹിമ, ധർമ്മം ആചരിക്കേണ്ട വിധികൾ യുധിഷ്ഠിരനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വ്യാസാചാര്യൻ പിന്നീട് സംസാരിച്ചത്. യുധിഷ്ഠിര, ഈ യുദ്ധം കൊണ്ട് താങ്കൾക്ക് ധർമ്മഭ്രംശമോ അധർമ്മനിഷ്ഠയോ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. പാപപങ്കിലമായ അധർമ്മ കൃത്യങ്ങളെയും അതിൻ്റെ പ്രായശ്ചിത്ത വശങ്ങളെയും കൂടി വ്യാസമഹർഷി യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഉണ്ടായി. നകുലൻ, സഹദേവൻ, പാഞ്ചാലി ഇവരൊക്കെ വഴിക്ക് വഴി ഇതേ കാര്യം തന്നെ യുധിഷ്ഠിരനെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭഗവാൻ തുടർന്നു, മഹാരാജാവേ, ത്യാഗം വളരെ മഹിമയുള്ളതാണ്. പക്ഷേ അത് ആന്തരികമായിരിക്കണം. ബാഹ്യമായ ത്യാഗം വെറും പ്രഹസനം മാത്രമാണ്. വിഷയാവൃത്തികളും കർത്തൃത്വവും മാനാഭിമാനങ്ങളും മനസ്സിൽ നിന്നാണ് നീക്കേണ്ടത്. അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാണ് ശരിയായ ത്യാഗം. സംസാര വിഷയങ്ങളിൽ വെറുപ്പും വൈരാഗ്യവും വളർത്തുന്നവൻ മാത്രമേ ത്യാഗിയാകുന്നുള്ളൂ. ഉള്ളിൽ ലോഭം വെച്ച്
പുറമെ കാണിക്കുന്ന ത്യാഗം അല്ലേ അല്ല. രാജ്യലോഭം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടല്ലേ അങ്ങ് യുദ്ധത്തിനിറങ്ങിയത്? യുദ്ധമെല്ലാം അവസാനിച്ച് നകുഷന് ഈ ഭൂഖണ്ഡം മുഴുവൻ കിട്ടിയതുപോലെ അങ്ങയ്ക്കും ഇപ്പം കിട്ടിയിരിക്കണം. കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറി കാട്ടിലേക്ക് പോണു എന്ന് പറയുന്നത് കാപട്യാണ്. ലോകത്തിലെ എല്ലാ ധർമ്മങ്ങളും ദണ്ഡത്തിനെ ഭയന്നാണ് ഭഞ്ജിക്കപ്പെടാതിരിക്കുന്നത്. വർണ്ണാശ്രമങ്ങളും സ്ത്രീയും പുരുഷനും എല്ലാം ദണ്ഡത്തെ ഭയന്നാണ് അവരുടെ ധർമ്മത്തെ ശരിയായി ആചരിക്കുന്നത്. ഇത് മനുഷ്യന്മാരുടെ അവസ്ഥ മാത്രമല്ല, ഇന്ദ്രാദി ദേവന്മാരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. വ്യാസൻ മഹാത്മാവാണ് എന്നതിൽ അങ്ങക്ക് തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ നമ്മൾ കടപ്പെട്ടവരല്ലേ? അതുകൊണ്ട് ഐശ്വര്യം മാത്രമല്ലേ നമുക്ക് വന്നു ചേരൂ? ധർമ്മത്തിനെ മുറുകെ പിടിച്ച് അത് ആചരിക്കാൻ അങ്ങ് തയ്യാറാവൂ എന്ന് ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സ് നല്ല പോലെ ഇളകി. വീണ്ടും കുറച്ചു നേരം വ്യാസാചാര്യൻ്റെ ഉപദേശം കൂടി കേട്ടപ്പോഴേക്കും യുധിഷ്ഠിരൻ ഏതാണ്ട് തയ്യാറായി. ശരി, എന്നാൽ നമുക്ക് ഹസ്തിനപുര രാജധാനിയിലേക്ക് പോവുക എന്ന് യുധിഷ്ഠിരൻ തീരുമാനമെടുത്തു. 16 വെള്ള കുതിരകളെ കെട്ടിയ അതിമനോഹരമായ രഥത്തിൽ വെൺകൊറ്റക്കുട തുടങ്ങിയ രാജകീയ ചിഹ്നങ്ങളോട് കൂടിയാണ് യുധിഷ്ഠിരൻ പുറപ്പെട്ടത്. മുമ്പിൽ യുധിഷ്ഠിരൻ, പിന്നിൽ ഭീമൻ, അതിൻ്റെ പിന്നിൽ ഭഗവാനും അർജുനനും നകുല സഹദേവന്മാർ. അങ്ങനെ എല്ലാവരും കൂടി ഹസ്തിനപുര രാജധാനിയിലേക്ക് രാജ്യഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള രാജഹർമ്മ്യത്തിലേക്ക് സാമന്ത രാജാക്കന്മാരും ബ്രാഹ്മണരുടെയും എല്ലാം മംഗളാശംസകളോട് കൂടിയിട്ടാണ് അവർ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് രസകരമായൊരു കാര്യം ഉണ്ടായി. കാഴ്ചയിൽ ബ്രാഹ്മണൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ, പക്ഷേ കണ്ട മുഖഭാവം അത്ര ശരിയല്ല. ആ ബ്രാഹ്മണൻ അവിടെ മംഗളാശംസകൾ നേർന്നുകൊണ്ടിരുന്ന മറ്റ് ബ്രാഹ്മണന്മാരെയൊക്കെ തള്ളി മാറ്റി മുമ്പിലേക്ക് അങ്ങോട്ട് വന്നു. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവിനോടൊരു പ്രസംഗമാണ്. ഈ നിൽക്കുന്ന ബ്രാഹ്മണരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അങ്ങോട്ടിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങയുടെ ഈ പ്രവൃത്തി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഹീനമായൊരു പ്രവൃത്തിയായിരുന്നു. ജ്ഞാനികളെയും വലിയ വലിയ യോദ്ധാക്കളെയും ഒക്കെ കൊന്നൊടുക്കിയിട്ട് ഈ രാജ്യം കിട്ടിയത് അങ്ങക്ക് പശ്ചാത്തപിക്കാൻ മാത്രമായിരിക്കും. ഈ കാരണം കൊണ്ട് അങ്ങക്ക് ഇഹത്തിലും പരത്തിലും ഗതി കിട്ടാൻ പോണില്ല. ഇത് കേട്ടപ്പോൾ ആദ്യേ യുധിഷ്ഠിരൻ്റെ മനസ്സിളകി. അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു, മഹാരാജാവേ, ഇയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളേ അല്ല, എവിടുന്നോ വന്നു കയറിയ ഒരു അന്യനാണ് എന്നും പറഞ്ഞിട്ട് എല്ലാവരും തിരിഞ്ഞു നിന്ന് ഹൂങ്കാര ശബ്ദത്തോടുകൂടി അവനെ ശപിച്ചു. അവൻ കാലഗതി പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അയാൾ ചാർവാകൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസനായിരുന്നു. ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്ന് അയാൾക്ക് ബ്രഹ്മദണ്ഡത്തിൽ കൂടി മാത്രമേ മരണം സംഭവിക്കാവൂ എന്നുള്ള വരവും വാങ്ങിയിട്ടുണ്ട്. ഇയാൾ ദുര്യോധനൻ്റെ വലിയ സഖാവായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് യുധിഷ്ഠിരനെ ഭത്സിക്കാൻ കാരണം. ബ്രാഹ്മണരുടെ ഹുങ്കാരം എന്ന ബ്രാഹ്മണദണ്ഡം കൊണ്ട് അവൻ മരിക്കാൻ ഇടയായത്. ഇങ്ങനെ സംഭവിച്ചത് എല്ലാവർക്കും നന്മ മാത്രമേ വരൂ. അമംഗളമായൊരു കാര്യം നടക്കും എന്ന് വിചാരിച്ചോടുത്ത് പെട്ടെന്ന് അത് ഒരു രാക്ഷസ നിഗ്രഹത്തിലൂടെ മംഗളമായിട്ട് ഭവിക്കുകയാണ് ഉണ്ടായത്. ബ്രാഹ്മണർ വീണ്ടും ആശംസകളോട് കൂടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവിനെ ആനയിച്ചു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ
ഭവന്തു.